ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ എളുപ്പത്തിലൊരു പലഹാരം വരാൻ പറ്റില്ല, നമുക്ക് നോമ്പുറക്കാനൊക്കെ ആ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ ഇതിൽ ഒരു 2 നുള്ളി പെരുംജീരകം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്. പിന്നെ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഉള്ളിയാണ്. ഒരു ഉള്ളി ചെറുതായി ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. എരിയില്ലാത്ത മുളകാണ് കേട്ടോ, അതുകൊണ്ട് ഞാനൊരു 5-10 മുളക് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്തെടുക്കാം. ഞാൻ കുറച്ച് ചിക്കൻ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് പിച്ച് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ മസാല നന്നായിട്ടൊന്ന് ചൂടാറി തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുട്ടയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് റവ ഞാൻ നന്നായിട്ടൊന്ന് കുതിരാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് റവയാണ്, കുതിർന്നപ്പോൾ അത് 2 സ്പൂണുണ്ട്. ഇത് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു പീസ് നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയ ബാറ്റർ ഇതിൽ നന്നായിട്ട് ഒഴിച്ച് ലെവൽ ചെയ്യാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഭാഗം ഒന്നും കൂടെ ഒന്ന് റെഡിയാവാണ്ട്. ഇനി നമുക്കിത് വേറൊരു പാനിലേക്ക് ഒന്ന് കമത്തി കൊടുക്കാം. ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ നോമ്പ് സമയത്തൊക്കെ നമുക്കിത് കഴിക്കാൻ നല്ലൊരു ഡിഷാണ്. നമുക്കിതുപോലെ കട്ട് ചെയ്ത് ടേബിൾ മേലൊക്കെ വെക്കാനൊക്കെ നല്ലൊരു ഡിഷാണ്. കുട്ടികളൊക്കെ എന്തായാലും ഇത് തീർച്ചയായിട്ടും കഴിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക.